ടെഹ്റാനിലെ ഇപ്പോഴത്തെ ജീവിതം വെല്ലുവിളികളും സങ്കീർണതകളും നിറഞ്ഞതാണ്. നിരവധി സാമ്പത്തിക, സാമൂഹിക, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്നുണ്ട്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. ഇറാനിലെ സാമ്പത്തിക സ്ഥിതി അത്ര നല്ലതല്ല. രാജ്യത്തിൻ്റെ കറൻസിയായ റിയാലിൻ്റെ മൂല്യം വളരെ താഴ്ന്നതാണ്. ഉയർന്ന പണപ്പെരുപ്പം, കുറഞ്ഞ പർച്ചേസിംഗ് പവർ, വ്യാവസായിക സ്തംഭനം, തൊഴിലില്ലായ്മ എന്നിവ സാധാരണക്കാരൻ്റെ ജീവിതം ദുസ്സഹമാക്കുന്നു. പലപ്പോഴും അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾക്ക് പോലും ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. സാമ്പത്തിക മാനേജ്മെൻറ്റിലെ പോരായ്മകളും അന്താരാഷ്ട്ര ഉപരോധങ്ങളും ഇതിന് പ്രധാന കാരണങ്ങളാണ്. ടെഹ്റാനിൽ ജീവിത ചെലവ് താരതമ്യേന വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് വാടകയും ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളുടെ വിലയും സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് അത്. ടെഹ്റാൻ കടുത്ത വായു മലിനീകരണം നേരിടുന്ന ഒരു നഗരമാണ്. നിലവാരം കുറഞ്ഞ വാഹനങ്ങളും വ്യാവസായിക മലിനീകരണവും ഇതിന് കാരണമാകുന്നു. ഇത് ജനങ്ങളുടെ ആരോഗ്യത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. പല സാമൂഹിക പ്രശ്നങ്ങളും ടെഹ്റാനിൽ നിലവിലുണ്ട്. ദാരിദ്ര്യം, കുറ്റകൃത്യങ്ങൾ, പ്രത്യേകിച്ച് വാഹനമോഷണം, പോക്കറ്റടി എന്നിവ വർദ്ധിച്ചു വരുന്നു. കൂടാതെ ഇൻ്റർനെറ്റ് വേഗത കുറവും ചില സാമൂഹിക നിയന്ത്രണങ്ങളും ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം, ലിംഗഭേദപരമായ നിയന്ത്രണങ്ങൾ എന്നിവയും ആളുകൾക്ക് വെല്ലുവിളിയാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചത് ടെഹ്റാനിലെ ജനങ്ങളിൽ വലിയ ആശങ്കയും ഭയവും സൃഷ്ടിച്ചിട്ടുണ്ട്. കടകൾ അടച്ചിടുകയും ആളുകൾക്ക് പുറത്തിറങ്ങാൻ പേടിയാവുകയും ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഇന്ധനം ലഭിക്കുന്നതിനും പണമിടപാടുകൾ നടത്തുന്നതിനും പോലും നിയന്ത്രണങ്ങളുണ്ട്. എന്നിരുന്നാലും ഈ വെല്ലുവിളികൾക്കിടയിലും ടെഹ്റാനിലെ ആളുകൾ സാധാരണ ജീവിതം നയിക്കാൻ ശ്രമിക്കുന്നു. നഗരത്തിന് അതിൻ്റേതായ ആകർഷണങ്ങളുമുണ്ട്. അവിടെയുള്ള ആളുകൾ പൊതുവെ സൗഹൃദപരവും ആതിഥ്യ മര്യാദ ഉള്ളവരുമാണ്. ഭക്ഷണവും ആശുപത്രി സൗകര്യങ്ങളും മികച്ചതാണ്. എന്നാൽ മൊത്തത്തിൽ ടെഹ്റാനിലെ നിലവിലെ ജീവിതം സാമ്പത്തികവും സാമൂഹികവുമായ സമ്മർദ്ദങ്ങൾ നിറഞ്ഞതാണെന്ന് പറയാം. മനുഷ്യ വിരുദ്ധരായ ഭരണാധികാരികളല്ലാതെ ഒരു മനുഷ്യനും യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം. സമാധാനപരമായ ഒരു ജീവിതമാണ് അവൻ്റെ ആഗ്രഹം.